ഫ്രണ്ട്സ്, വെൽക്കം ടു ഫുസപ്പ്. അപ്പം നമുക്ക് ഇന്നൊരു ഈവനിങ് സ്നാക്ക് റെസിപ്പി നോക്കിയാലോ, സ്വീറ്റ് ആയിട്ടുള്ള. അപ്പം അതിനെന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്കൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ശേഷം അതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ പഞ്ചസാര ഇട്ടതിന് ശേഷം പഞ്ചസാര നന്നായി മെൽറ്റാവണ വരെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂണ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ പാൽപ്പൊടി ചേർത്തതിന് ശേഷം അത് നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിവിടെ 3 ഏലക്ക പൊടിച്ചത്, അതിന് ഏലക്കൻ്റെ ആ തോട് ഒഴിവാക്കിയതിന് ശേഷം നമുക്ക് ആ പൊടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ശേഷം ഒരു നുള്ള് ബേക്കിംഗ് സോഡ ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മളുടെ ഡ്രൈ ഇൻഗ്രീഡിയൻ്റായ മൈദ കുറച്ചായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ആദ്യമേ ഒക്കെ ഇട്ട് കൊടുക്കണ്ട, നമുക്ക് ഒരു മാവ് ഒരു ചപ്പാത്തിക്കൊക്കെ കുഴക്കണ അതിലേറെ കുറച്ചുകൂടി ലൂസായ ടൈപ്പ് ഒരു മാവാണ് കിട്ടേണ്ടത്. അപ്പം ആ ഒരു ടൈപ്പ് ആവണ വരെ നമുക്ക് കുറച്ച് മൈദ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ബാക്കിയുള്ള മൈദയും ഇതുപോലെയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്ക് നന്നായിട്ട് കൈ വെച്ചിട്ട് കുഴച്ച് കൊടുക്കാം. ഇത് കയ്യിൽ വല്ലാതെ ഒട്ടി പിടിക്കായി തോന്നുകയാണെങ്കിൽ കുറച്ച് എണ്ണ കൈ പുരട്ടിയതിന് ശേഷം നന്നായിട്ട് നമുക്ക് നന്നായിട്ട് കുഴച്ച് ഒരു ഡോ രൂപത്തിലാക്കി എടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതാ ഈ ഒരു പാകമാവണ വരെ നമുക്ക് കുഴച്ചാൽ മതി. ഇനി നമുക്ക് ഇതൊന്ന് പരത്തിയെടുക്കാം. അതിനായിട്ട് ഞാൻ ഇപ്പോൾ ചപ്പാത്തിയൊക്കെ പരത്തുന്ന കല്ലെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് പൊടിയിട്ട് മൈദപ്പൊടി ഇട്ടിട്ട് ഒന്ന് ഗ്രീസ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് ഇട വെച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കാം. ഒരുപാട് തിന്നായി പരത്തണ്ട, കുറച്ച് കട്ടിയിൽ തിക്കായിട്ട് തന്നെ പരത്തിയെടുക്കണം. നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. കുറച്ച് കട്ടിക്ക് തന്നെ പരത്തിയെടുക്കണം. നമുക്ക് ഇത് ഷേപ്പ് ചെയ്തതിന് ശേഷം ഓയിലിട്ട് ഫ്രൈ ചെയ്യാനുള്ളതാണ്. അപ്പം ഒരുപാട് തിന്നാവാതെ കുറച്ച് തിക്കായിട്ട് നമുക്കിത് പരത്തിയെടുക്കാം. അപ്പോൾ നമുക്കൊരു ഓൾമോസ്റ്റ് ഈ ഒരു തിക്നെസ്സിൽ പരത്തിയാൽ മതി. നമുക്കിതൊരു ചെറിയ കത്തി യൂസ് ചെയ്തിട്ട് നമ്മൾ ഏത് ഷേപ്പിലാണോ കട്ട് ചെയ്യണത് ആ ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ കട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ഡയമണ്ട് ഈ ഒരു ഷേപ്പിലാണ് ഷേപ്പാക്കി കട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു സ്നാക്കാണ് കേട്ടോ ഇത്. ഈവനിങ് ചായയുടെ ഒപ്പമൊക്കെ കൂട്ടാൻ പറ്റിയ സ്വീറ്റായിട്ടുള്ള. അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു ഷേപ്പിൽ ഇവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കെല്ലാം ഈ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളെല്ലാം കട്ട് ചെയ്ത് ഈ ഷേപ്പിൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല കട്ടിയുള്ള ഒരു ചട്ടി തന്നെ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള പൊരിച്ചെടുക്കാൻ ആവശ്യമായ ഓയിൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായി ചൂടായതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കണം. നന്നായി ചൂടായതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്താൽ മതി. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ ഇടണ്ട. അപ്പോൾ പെട്ടെന്ന് പുറം ഭാഗമൊക്കെ നന്നായി കരിഞ്ഞു പോകും. പെട്ടെന്ന് കുക്കാവും പുറം ഭാഗം. അപ്പോൾ അധികം വേവില്ല. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളുടെ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഓരോന്നും കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഇട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇത് ഓരോന്നോരോന്ന് ഇങ്ങനെ
ചെറിയ തീ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യുമ്പോൾ ഒന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് അങ്ങനെ കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. ഉൾഭാഗം നന്നായിട്ട് കുക്കായി കിട്ടും അങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ നല്ല കട്ടിയുള്ള ചട്ടി തന്നെ എടുക്കാൻ നോക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. നമുക്ക് ഇതിങ്ങനെ കുക്ക് ചെയ്തെടുക്കാം. കുക്ക് ചെയ്തത് നമുക്ക് ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് വെക്കണം. ഷുഗർ സിറപ്പ് എങ്ങനെ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ, ഒരു കപ്പ് വെള്ളത്തിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് ഒരു 2 ഏലക്ക കുത്തിയിട്ട് തിളപ്പിച്ച് അങ്ങനെ ഉണ്ടാക്കിയതാണ് ഷുഗർ സിറപ്പ്. ഷുഗർ സിറപ്പൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാവുന്നതാണല്ലോ. അപ്പോൾ നമ്മൾ പൊരിച്ചെടുത്ത എല്ലാം ഈ ഷുഗർ സിറപ്പിലേക്ക് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിൽ കിടന്നിട്ട് ആ സിറപ്പ് നന്നായിട്ട് അബ്സോർബ് ചെയ്യും കേട്ടോ. അപ്പോൾ നല്ലൊരു സ്വീറ്റ് അതിന് വരും. വളരെ സിമ്പിളായൊരു ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതാ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ കഴിയും, ഇതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.